ഹായ്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പ്ലാന് 814 സ്ക്വയർ ഫീറ്റാണ്. ഈ പ്ലാനിൽ വീതിയിൽ എത്ര ഭിത്തി ഉണ്ടെന്നൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ പ്ലാനാണ്. 411 സ്ക്വയർ ഫീറ്റാണ് ഇത് വരുന്നത്. അങ്ങനെ നമ്മുടെ ഈ മൊത്തം വീട് വരുന്നത് 1247 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. ഇതിൽ താഴത്തെ നിലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, ഹാള്, സ്റ്റെയർ റൂം, അതേപോലെ ഒരു സിറ്റ് ഔട്ടും, അതേപോലെ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമും അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളും അതേപോലെ ബാൽക്കണി ഏരിയയാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലടുത്ത് മുരുക്കുമ്പുഴ എന്നുള്ള സ്ഥലത്ത് പോയി ചെയ്ത വീടാണ് കേട്ടോ. ഈ വീട് ഞങ്ങൾ ക്ലയൻറ്റ് തന്ന സെയിം എലിവേഷൻ പ്രകാരമാണ് കേട്ടോ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിലുൾപ്പെട്ടതാണ് ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരുന്ന ഈ കോർണർ വിൻഡോ. ഈ വീട് ഞങ്ങൾ സ്ട്രെച്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ട് തരുമായിരുന്നു. അതാൾ കോളം ഫൂട്ടിങ് ചെയ്ത് പ്ലിന്ത് അടിച്ച് തരിക ചെയ്തത്. കാരണം ഇത് കുറച്ച് ഡെപ്ത് കൂടിയ സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഇത് കോളം ഫൂട്ടിങ് എല്ലാം ചെയ്തു തന്നു. അതിൻ്റെ മുകളിലുള്ള സ്ട്രെച്ചർ വർക്കാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സ്ട്രെച്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലയൻറ്റ് ബേസ്മെൻറ്റ് ഇട്ട് തന്ന ശേഷമുള്ള വർക്കാണ്. അതിൽ ഞങ്ങളുടെ ചുമര് വരുന്നത് കോൺക്രീറ്റിലാണ്, ഫുള്ളി കോൺക്രീറ്റാണ്. അതിൻ്റെ തിക്നെസ് വരുന്നത് 4 ഇഞ്ചസാണ്. ഈ 4 ഇഞ്ച് തിക്നെസ്സുള്ള ചുമരിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 8 mm അയൺ റാഡാണ് യൂസ് ചെയ്യുന്നത്. അത് 10/8 മെഷർമെൻറ്റിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ വെർട്ടിക്കൽ വെക്കുന്ന കമ്പിക്ക് 8 ഇഞ്ച് ഗ്യാപ്പും അതേപോലെ ഹൊറിസോണ്ടലിന് 10 ഇഞ്ച് ഗ്യാപ്പുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു നോർമൽ ചുമരിന് കൊടുക്കുന്ന കമ്പിയുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. പിന്നെ വലിയ വീടുകൾ വരുന്ന സമയത്ത് ഹാളിൻ്റെയും ബെഡ്റൂമിൻ്റെ ഒക്കെ സ്പാൻ സൈസ് കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ ചുമരിൻ്റെ തിക്നെസ് കൂട്ടി കൊടുക്കാറുണ്ട്. അത് ഡ്രോയിങ് കാണുന്ന സമയത്ത് നമ്മളാണ് ഡിസൈഡ് ചെയ്യാറുള്ളത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചുമര് ചെയ്യുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ട മെറ്റൽ ബോക്സ്, ഇലക്ട്രിക്കൽ പൈപ്പ് അതാത് സ്ഥലങ്ങളിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഞങ്ങൾ വെച്ച് പോവാറാണ് പതിവ്. പിന്നെ ഞങ്ങൾ ചുമരിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന എല്ലാ പൈപ്പുകളും 25 mm ഹെവി പൈപ്പുകളാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി അതിനാവശ്യമായ സിംഗിൾ ഫേസോ 3 ഫേസോ DB ഞങ്ങളിതിൽ ഉൾപ്പെടുത്തി തരുന്നതാണ്. പിന്നെ വയറ് കൂടെ വലിച്ചു കൊടുക്കുന്നത് വരെയാണ് ഞങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ സൈഡിൽ ഞങ്ങളുടെ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ വരുന്ന ഫുൾ കൺസീൽഡ് പ്ലംബിങ് ഞങ്ങൾ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലംബിങ് ഞങ്ങളിതിൽ ബേസിക് റിക്വയർമെൻ്റ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഡോർ ഫ്രെയിംസ് ആൻഡ് വിൻഡോസ് നമ്മൾ ടാറ്റ സ്റ്റീലിൻ്റെ ആണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിൻ്റെ എന്ന് പറയുമ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് വരുന്നത്. ജനൽ ഞങ്ങൾ 4 പാളിയുടെ ജനലുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് വിത്ത് ഷട്ടറാണ്, എന്ന് വെച്ചാൽ ജനൽപ്പാളി ഇതിലുണ്ടാവും. ഇതിന് വരുന്ന ഗ്ലാസ് ക്ലയൻറ്റ് ഇട്ട് കൊടുക്കണം. ഡ്രോയിങ് പ്രകാരമുള്ള ഫുൾ ഡോർ ഫ്രെയിംസ് ഇതിലുണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ സ്ലാബ് വരുന്നത് 5 ഇഞ്ച് തിക്നെസ്സിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റ് വരുന്നത് 1.5 ഇഞ്ച് തിക്നെസ്സിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഞങ്ങൾ 1300 രൂപ പെർ സ്ക്വയർ ഫീറ്റാണ് ഓൾ കേരള ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങൾ, ഉദാഹരണം ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റോ മെറ്റീരിയൽസിന് റേറ്റ് കൂടുതലായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റേറ്റിലും ചെറിയ വേരിയേഷൻസ് വരാറുണ്ട് കേട്ടോ. ഇതിന് പുറമെ ഞങ്ങൾ പറയുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെള്ളം നമുക്ക് സൈറ്റിൽ വേണം. അതേപോലെ വഴി മിനിമം 1 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള വണ്ടിയെങ്കിലും നമ്മുടെ സൈറ്റിലെത്തണം. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ പർപ്പസിനും ആയിട്ട് എടുത്തിരിക്കുന്ന കറണ്ട്, കൂടാതെ നമ്മുടെ വർക്കേഴ്സിന് താമസിക്കാനും ഒരു അക്കോമഡേഷനും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലയൻറ്റ് ചെയ്തു തരേണ്ടത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നാൾ ചെയ്തിരുന്ന സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ ഇനി മുതൽ നമ്മൾ 3 രീതിയിലാണ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ ഒരു രീതി ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സെയിം രീതി തന്നെ നമ്മൾ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ വർക്കുകൾ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു നോർമൽ ഫുൾ ഫിനിഷാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങളിത് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിത്ത് ഇൻറ്റീരിയർ ഉള്ള ഒരു വീടായിരിക്കും കേട്ടോ.
അതിൽ സ്ട്രക്ചർ വർക്കിന് നമ്മൾ 1300 രൂപ തന്നെയാണ് വിത്തൗട്ട് ബേസ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഒരു നോർമൽ ഫുൾ ഫിനിഷിനും വിത്തൗട്ട് ബേസ്മെൻറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 2000 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റാണ്. അതേപോലെ ഈ രീതിയിൽ ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചാർജ് ചെയ്യുന്നത് 2500 റുപ്പീസ് 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റാണ്. അതും വിത്തൗട്ട് ബേസ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ ബേസ്മെൻറ്റിൻ്റെ പ്രൈസ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്താത്തത് ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നത് കൊണ്ടും ഓരോ ജില്ലകളിലും ഭൂമിയുടെ ഘടന വ്യത്യസ്തമായതുകൊണ്ടാണ് ഞങ്ങൾ ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഓരോ പ്ലോട്ടിനെ ആസ്പദമാക്കിയിട്ട് ബേസ്മെൻറ്റിൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. ബേസ്മെൻറ്റിൻ്റെ റേറ്റ് ഒരിക്കലും സൈറ്റ് വിസിറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസ്മെൻറ്റ് റേറ്റ് പറഞ്ഞു തരും. അല്ലെങ്കിൽ ക്ലയൻറ്റ് നമുക്ക് ബേസ്മെൻറ്റ് ഇട്ട് തന്നാലും മതി. അപ്പോൾ ഈ പറഞ്ഞ തുകയിലായിരിക്കും നമ്മൾ ചെയ്തു തരിക. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന സ്കോപ്പ്, അതേപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അയക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴും എന്നെ വിളിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് പോലും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് എന്ന്. അതിലൊന്നാമത്തെ കാര്യം ഇതിൻ്റെ സ്ട്രെങ്ത്ത് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ ചുമരടക്കം കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന്. അത് ഞാൻ ആദ്യമേ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞു, ആ പ്ലാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ എന്ന്. അതിൽ ഞാനൊരു 4 ഭിത്തിയുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ രീതിയിൽ 10 സെൻറ്റിമീറ്റർ ചുമര് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വീട് ഈ രീതിയിൽ ഈ പ്ലോട്ടിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 ചുമര് ചെയ്യാനായിട്ട് ആകെ ഉപയോഗിച്ചത് 40 സെൻറ്റിമീറ്റർ മാത്രമാണ്. ഇതേ വീട് നമ്മൾ കല്ലിൽ ചെയ്യുകയാണെങ്കിൽ ഈ 40 സെൻറ്റിമീറ്റർ എന്നുള്ളത് 80 സെൻറ്റിമീറ്റർ ആയിട്ട് കൂടും. അങ്ങനെ 40 സെൻറ്റിമീറ്റർ കൂടുമ്പോൾ ഇപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ പ്രകാരമുള്ള സെറ്റ് ബാക്ക് നമുക്കൊരിക്കലും കിട്ടില്ല. ഇനി കമ്മിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂം വരുന്നത് 3 മീറ്റർ, അതേപോലെ ഹാള് വരുന്നത് 270 സെൻറ്റിമീറ്റർ, അതേപോലെ കിച്ചൺ 198 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഇതിൽ റൂമും ഹാളും എന്തായാലും നമുക്ക് കമ്മിയാക്കാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി 10 അടിയിൽ കുറവാണ്. ഇപ്പോൾ ഈ കിച്ചൺ ഉള്ളത് 6.4 അടിയാണ്. അതിൽ നമ്മൾ 40 സെൻറ്റിമീറ്റർ കമ്മിയാക്കുകയാണെങ്കിൽ 5 ഫീറ്റായിട്ട് അത് ചുരുങ്ങും. 5 ഫീറ്റിലൊരിക്കലും നിങ്ങളിതപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു കിച്ചൺ ഒരിക്കലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ആ പ്ലാന് ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇതാണ് വീട് നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ആ സെക്കൻഡ് ബെനിഫിറ്റ്. ഇതൊരു ചെറിയ ബെനിഫിറ്റ് അല്ല കേട്ടോ. ഒരു 1500 സ്ക്വയർ ഫീറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു 1300 സ്ക്വയർ ഫീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ എക്സ്ട്രാ വരുന്ന 200 സ്ക്വയർ ഫീറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റും അതേപോലെ അതിന് ഭൂമിയും നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഫുൾ ഫിനിഷ് ചെയ്യുന്ന ഒരാൾക്ക് 200 സ്ക്വയർ ഫീറ്റിന് ചിലവാകുന്നത് ഒരു 4 ലക്ഷം രൂപയുടെ അടുപ്പിച്ചിട്ടാണ്. അതുപോലെ ആ 200 സ്ക്വയർ ഫീറ്റ് ഭൂമിയുടെ വാല്യൂ നിങ്ങൾക്കൊരു ലാഭം തന്നെയാണ്. പിന്നെ മൂന്നാമത് ഞങ്ങൾ പറയുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈന കൺസ്ട്രക്ഷൻ്റെ ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മളതിൻ്റെ സ്ട്രക്ചറിന് നൽകുന്നത്. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സ്ട്രക്ചറിന് വരികയാണെന്നുണ്ടെങ്കിൽ ലൈന കൺസ്ട്രക്ഷൻ അതിന് ലൈഫ് ലോങ് വാറണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പെൻസും ഇല്ലാതെ ഞങ്ങൾ ശരിയാക്കി തരുന്നതായിരിക്കും. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങളിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മെത്തേഡിൽ ഞങ്ങൾ 100% വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാനായിട്ട് ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ബൈ.